ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ് പറയുക. ട്രാൻസ്വേഴ്സ് വേവ് അഥവാ അനുപ്രസ്ഥ തരംഗം. അപ്പൊ വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു വേവിന്റെ ലെങ്ത്. ഇവിടെ നിന്നുമുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ദാ പിടിച്ചോ, ഇതാണ് നമ്മുടെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഒറ്റ വീഡിയോ നിങ്ങൾ കാണാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ഇത് മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പോകുന്നത് ഫുൾ മാർക്ക് തന്നെയാണ്. അത് ദിൽഷ മിസ്സിന്റെ ഗ്യാരണ്ടിയാണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള ഒരു ഭാഗമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് അഥവാ വേവിന്റെ സവിശേഷതകൾ. ഈ ഒരു ഭാഗത്തു നിന്നും ഒന്നുമില്ലെങ്കിൽ വേവ് ലെങ്ത്, ടൈം പീരീഡ്, ഫ്രീക്വൻസി, സ്പീഡ്, ഇങ്ങനെ ഏതെങ്കിലും കുറച്ച് സാധനങ്ങൾ എങ്കിലും കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവർ ആണ് മക്കളെ. ഈ ഒരു ഒറ്റ വീഡിയോ നിങ്ങൾ കാണാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ഇത് മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെയാണ്. അത് ദിൽഷ മിസ്സിന്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നൊന്നും നമ്മൾ പറഞ്ഞ് സമയം കളയാൻ പോകുന്നില്ല. ഡയറക്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കുന്നു. ആ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് എന്റെ കുട്ടികൾക്ക് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാരാണ് നമുക്ക് നോക്കാനുള്ളത്. ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി, പീരിയഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, അതേപോലെ തന്നെ സ്പീഡ് ഓഫ് ദ വേവ്. ഇതെല്ലാം എങ്ങനെയാണ് ഒറ്റ ചോദ്യത്തിൽ കണ്ടുപിടിക്കുക നോക്കാം. നോക്ക് മക്കളെ, ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു വേവ് തന്നിട്ടുണ്ട് അല്ലേടാ. ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എക്സ് ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് സെന്റിമീറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ എക്സ് ആക്സിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത്. യൂണിറ്റ് നോക്കാൻ മറക്കരുത്, അത് മീറ്ററിലാണ് തന്നിട്ടുള്ളത്. റെഡി ആണല്ലോ? ഇനി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മുകളിലേക്ക് അല്ലെ ക്രസ്റ്റ് ട്രഫ് എന്നുള്ള രീതിയിലാണ് അല്ലെ ശൃംഗങ്ങളും ഗർത്തങ്ങളുമായിട്ടുള്ള ഒരു വേവിന്റെ പിക്ചർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും എയിൽ നിന്നും ബിയിലേക്കാണ് നമ്മളുടെ വേവ് ട്രാവൽ ചെയ്തു പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മളോട് ഈ ചോദ്യം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു വേവ് ഫോം എന്ത് തരത്തിലുള്ള വേവ് ഫോം ആണ്? അപ്പൊ നോക്കുക, which type of wave form is indicated in the picture അല്ലെ? ഏത് തരംഗ രൂപമാണെന്നാണ് ചോദിച്ചത്. ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും ക്രസ്റ്റും ട്രഫും തന്നാൽ, ശൃംഗവും ഗർത്തവും തന്നാൽ അതെന്താണ് കുട്ടാ? അതിനെ നമ്മൾ പറയാ എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ് പറയാ അല്ലെ? യെസ്, ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ് പറയാ. ട്രാൻസ്വേഴ്സ് വേവ് അഥവാ അനുപ്രസ്ഥ തരംഗം അല്ലേടാ, അനുപ്രസ്ഥ തരംഗമാണ് കേട്ടോ. റെഡി ആണല്ലോ? അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കുക, വാട്ട് ഈസ് ദ വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു വേവിന്റെ ലെങ്ത് അല്ലെ. അപ്പോ അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ക്രസ്റ്റുകളുടെയോ അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ട്രഫുകളുടെയോ, അതായത് രണ്ട് ക്രസ്റ്റുകളുടെയോ രണ്ട് ട്രഫുകളുടെയോ അടുത്തടുത്ത് കിടക്കുന്ന ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്രസ്റ്റും അതേപോലെ തന്നെ ഒരു ട്രഫും ഇവരുടെ ഇടയിലുള്ള ദൂരവും എന്ത് തന്നെയാടാ? ലാംഡയാണ്. നമുക്കൊന്ന് നോക്കിയാലോ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ദൂരം എന്ന് പറയുന്നത് അല്ലെ, ഒരു വേവിന്റെ ദൂരം എന്ന് പറയുന്നത് ഇവിടെ 40 മീറ്റർ ആണ് തന്നിട്ടുള്ളത്. അത് തന്നെയാണോ ഇവരുടെ ഇടയിലുള്ളത്? നോക്കിക്കേ, ഇവിടെ 50 ആണ്, ഇവിടെ 10 ആണ്. സോ ഇവരുടെ ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് 40. അത് തന്നെയല്ലേ ഇവിടെയും നമുക്ക് 40 എന്ന് കിട്ടിയേ. ഇനി ഇവിടെ നോക്കിക്കേ, ഇതാ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 30 ആണ്, ഈ ഒരു പോയിന്റ് 70 ആണ്, ഇവരുടെ ഇടയിലുള്ള ദൂരവും 40 ആണ്. സോ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം ലാംഡ അഥവാ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് കുട്ടാ? 40 മീറ്റർ എന്ന് കൃത്യമായിട്ട് എഴുതി കൊടുക്കാം. ക്ലിയർ, സെറ്റ്. ഇനി ഡൗട്ട് ഇല്ല, വേവ് ലെങ്ത്തിൽ നമുക്ക് ഡൗട്ട് ഇല്ല. അടുത്ത ചോദ്യം ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി കണ്ടുപിടിക്കാനാണ് ചോദ്യം. ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ഈക്വിലിബ്രിയം പോയിന്റ് പൊസിഷനിൽ നിന്നും തുലന സ്ഥാനത്ത് നിന്നും പോകുന്ന മാക്സിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പറയാ എന്താണടാ നമ്മുടെ തുലന സ്ഥാനം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ തുലന സ്ഥാനം, ഇതാണ് നമ്മുടെ ഈക്വിലിബ്രിയം പോയിന്റ്. ഇവിടെ നിന്നുമുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ദാ പിടിച്ചോ, ഇതാണ് നമ്മുടെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നേരതായി സൈഡിലേക്ക് നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 10 ആണ്. 10 മീറ്റർ ആണോ ആടാ? അല്ല, 10 സെന്റിമീറ്റർ ആണ് കേട്ടോ. 10 സെന്റിമീറ്റർ എന്ന് നമ്മൾ എഴുതി.
സെറ്റ്. അടുത്ത ചോദ്യം, എന്താണ് ഫ്രീക്വൻസി എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന, ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന വേവുകളുടെ എണ്ണത്തിനെയാണ്, അല്ലെ, നമ്പർ ഓഫ് വേവ്സ് ഇൻ 1 സെക്കൻഡ്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എ വേവ് ട്രാവൽസ് ഫ്രം എ ടു ബി ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിലാണ് ഇവിടെ നിന്നും ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു സെക്കൻഡിൽ എത്ര വേവ് ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ട് നോക്കിയാൽ മതി. എങ്ങനെ വരാം? ദാ എണ്ണി നോക്കാം. നോക്കിക്കോ, ഒരു സെക്കൻഡിൽ എയിൽ നിന്നും ബിയിലേക്ക് എത്തി. സോ ആ ഒരു സെക്കൻഡിൽ എത്ര വേവ് ഉണ്ടെന്ന് നോക്കാം. ദാറ്റ് ഈസ് 1, അല്ലെ, ദാ ഇതാണ് 1, അല്ലെ, ഇത് 1 വേവ്, ദിസ് ഈസ് 2 വേവ്. അപ്പൊ എത്രയാ? 2 ഹെഡ്സ് എന്ന് കിട്ടി. റെഡി? 2 ഹെഡ്സ് എന്ന് കിട്ടി. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഫ്രീക്വൻസിന്റെ അനദർ മെത്തേഡ് ആണ് കേട്ടോ, അനദർ മെത്തേഡ് ആണ് മിസ് പറഞ്ഞു തരുന്നത്. ഒരു സെക്കൻഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നമ്പർ എണ്ണിയാൽ മതി. ഇനി അല്ലെങ്കിൽ നമുക്കറിയാം ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ n/t ആണ്, അല്ലെ. n എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് വേവ്സ് ആണ്, അതേപോലെ t എന്ന് വെച്ചാൽ ടൈം ആണ്. ഇവിടെ എത്ര വേവ്സ് ഉണ്ടെന്ന് എണ്ണുക. ഇതാണ് 1, ഇതാണ് 2, അല്ലെ. ഇതിനെടുത്ത സമയം 1 സെക്കൻഡ്. അപ്പോ 2 വേവ്സ് 1 സെക്കൻഡ് സമയം. അപ്പോഴും എന്ത് കിട്ടിയിടാ? 2 ഹെഡ്സ് എന്ന് കിട്ടി. ക്ലിയർ? ഇനി അടുത്തത് കണ്ടുപിടിക്കാൻ പറ്റുള്ളത് ടൈം പീരിയഡ് ആണ്. ടൈം പീരിയഡ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി കിട്ടിയാൽ ഇനി ടൈം പീരിയഡ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോടാ? ഇല്ല. ടൈം പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/f ആണ്, അല്ലെ. ഫ്രീക്വൻസിനെ തല തിരിച്ചിട്ടാൽ മതി. തല തിരിഞ്ഞാൽ ലതയല്ലേ. അപ്പോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്നാണ് വരിക. എത്രയാടാ? 0.5 സെക്കൻഡ്സ്. ഓക്കെ, 0.5 സെക്കൻഡ്സ്. ഇനി നോക്കുക, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ വേവ്? തരംഗത്തിന്റെ വേഗത കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. v is equal to f lambda. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാടാ? 2. ലാംഡ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 40 ആണ്. അപ്പൊ 2 × 40 അഥവാ 80 യൂണിറ്റ് എന്താടാ? മീറ്റർ പെർ സെക്കൻഡ്. ഇതിലപ്പുറം നിങ്ങൾക്ക് ഒരു ചോദ്യവും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്, അതായത് വേവിന്റെ സവിശേഷതകളിൽ നിന്നും ചോദിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം ഏറ്റവും സൂപ്പർ ഈസി ആയിട്ട് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ ഇതിലും സൂപ്പർ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ഫിസിക്സിലെ പ്ലസ് നേടിയെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ.